നമുക്ക് കാസർകോട്ടേക്ക് ഇനി പോകണം. അവിടെ നമുക്കറിയാം, നമുക്ക് വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്, ചിത്രങ്ങളാണ്, കഥകളാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടേതായുള്ളത്. ദീർഘകാലം അവർ സമരം ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് സർക്കാർ പല ഉറപ്പുകളും നൽകിയത്. പക്ഷേ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ വന്നതോടെ വീണ്ടും പ്രതിഷേധവുമായി എൻഡോസൾഫാൻ ദുരിതബാധിതർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. അനിശ്ചിതകാല സമരം തുടങ്ങി ഇന്ന് 100ാം ദിവസം പിന്നിടുമ്പോഴും ഒന്നിനും പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കാഞ്ഞങ്ങാട് RTO ഓഫീസിലേക്കായിരുന്നു ദുരിതബാധിതരുടെ ഇന്നത്തെ പ്രതിഷേധം. ജനുവരി 30-ന് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ എൻഡോസൾഫാൻ സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു അനിശ്ചിതകാല സമരത്തിന് തുടക്കമിട്ടത്. മാസങ്ങൾ പിന്നിട്ട് ഇന്ന് 100ാം ദിവസത്തിൽ എത്തി നിൽക്കെ നിവർത്തികെട്ട് വീണ്ടും സമരത്തിനിറങ്ങി ദുരിതബാധിതർ. ഞങ്ങൾ 1031 വരെ പുറത്താക്കിയില്ലേ, ഞങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ലഭിക്കണം. 1905 വരെ 2017 ക്യാമ്പിൽ 1905 വരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് 1031 ഇപ്പോഴും പുറത്താണ്. അപ്പോൾ അവരെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് ഫസ്റ്റിൽ, പിന്നെ ശല്യയോഗം ചേരുന്നില്ല, ചികിത്സയും മരുന്നും ലഭിക്കുന്നില്ല, പിന്നെ 2011 വിവാദ ഉത്തരവ് പിൻവലിക്കണം. ഇതെല്ലാമാണ് ആവശ്യങ്ങൾ. എല്ലാവരും കഷ്ടതയാണ്, എല്ലാവർക്കും കഷ്ടപ്പാടാണ്. പിന്നെ കുട്ടികൾ ഒരു വീട്ടിൽ തന്നെ 2 3 കുട്ടികളുണ്ട്. അവർക്ക് തന്നെ അവരെ നോക്കിയിട്ട് കുടുംബത്തിന് ഒരു ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ അവരൊരു ഇതിനോ ഒന്നും പറ്റൂല. വല്ലാത്തൊരു പ്രയാസമാണ് വീട്ടിൽ. രാവിലെ കാഞ്ഞങ്ങാട് RDO ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു. പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ 1031 എൻഡോസൾഫാൻ ദുരിതബാധിതരെ തിരിച്ചെടുക്കുക, 2011 ഒക്ടോബർ 25-ന് ശേഷം ജനിച്ചവർ ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെടില്ലെന്ന സർക്കാരിന്റെ പുതിയ ഉത്തരവ് പിൻവലിക്കുക, മരുന്നും ചികിത്സയും നൽകുക, സെൽയോഗം ചേരുക എന്നിവയാണ് സമരക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഇപ്പോൾ ഇവിടെ സ്ഥിരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പാവപ്പെട്ട കുറേ കുട്ടികളും ആൾക്കാരുണ്ട്. 20 30 വയസ്സായ ആൾക്കാർ, എണീറ്റ് നടക്കാൻ പറ്റാതെ, അമ്മമാർക്ക് ജോലി ചെയ്യാൻ പറ്റാതെ, അവർ വീടിൻ്റെ അകത്ത് ഇങ്ങനെ, അവർക്ക് ജോലി ചെയ്യാനും പറ്റൂല, ഇവരെ എവിടെ കൊണ്ടുപോകാനും പറ്റൂല. അവർക്ക് ആദ്യം മരുന്നുണ്ടായിരുന്നു, ചികിത്സ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്ന ഈ കിട്ടാത്തപ്പം പറയാനുള്ള ഒരു വേദിയായിരുന്നു സെല്ലിയോഗം. ഈ സെല്ലിയോഗം ഇവിടെ ചേരാത്തത് 1 വർഷമായി. പിന്നെ ആരോടാണ് പറയേണ്ടത്? ഈ പാവങ്ങൾ അത്രയും ഗതികെട്ടത് കൊണ്ടാണ് ഇങ്ങനെ അങ്ങനെയുള്ള രോഗികളായ കുട്ടികളെ വിട്ടുകൊണ്ട് ഈ അമ്മമാർ ഈ പന്തലിൽ വന്നിരിക്കുന്നത്. അത്രയും ഗതികെട്ടത് കൊണ്ടാണ്. ഇവർക്ക് ജീവിക്കാനല്ല, അവരുടെ വീടുകളിൽ 1 2 ജീവനുകളുണ്ട്. ആ ജീവനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു ആനുകൂല്യത്തിന് വേറെ എന്തെങ്കിലും അധികമായി പറ്റാനൊന്നുമല്ല. അവർക്കൊന്ന് ജീവൻ നിലനിർത്താൻ അവരെ മരുന്ന്, അവർക്കുള്ള ഭക്ഷണം. നീതി ലഭിക്കും വരെ പ്രതിഷേധ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.